ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാർക്ക് ഹൈക്കോടതി നോട്ടീസ്. CPM കൗൺസിലർ SP ദീപകിന്റെ ഹർജിയിലാണ് നോട്ടീസ്. സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേർന്നു. വിഷ്ണു, അന്ന് ഈ പരാതി കൊടുക്കുമ്പോൾ അതിൽ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായിരുന്നേനെ. ഇനിയിപ്പോൾ സാങ്കേതികത്തിനപ്പുറം ആ കേസിൽ വല്ല കഥയുണ്ടോ വിഷ്ണു? അശ്വിനി, കഥയുണ്ട്. അതായത് അന്തിമ വിധിക്ക് അനുയോജ്യമായിരിക്കും ഈ പറയുന്ന സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സ്വാഭാവികമായും പക്ഷെ ഇപ്പോൾ അതിന്റെ മറ്റു നടപടിയിലേക്ക് കടക്കുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് 20 കൗൺസിലർമാർക്ക് അയച്ചിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. സാധാരണഗതിയിൽ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യാറ്. പക്ഷെ ഇവിടെ വിവിധ ദൈവങ്ങളുടെ പേര് പറഞ്ഞാണ് 20ഓളം കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് BJPയുടെ. ഇത് ചോദ്യം ചെയ്താണ് CPMന്റെ പാർലമെന്ററി നേതാവ് കൂടിയായ ദീപക് ഹൈക്കോടതിയെ സമീപിച്ചത് റദ്ദ് ആവശ്യപ്പെട്ട്. അതിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കാശ്മീർ 20 കൗൺസിലർമാർക്കാണ് നോട്ടീസ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ എന്ന ചട്ടം, മുനിസിപ്പൽ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ അത് നോട്ടീസ് അയച്ചിരിക്കുന്നു. അത് സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യുകയാണെങ്കിൽ മേയർ തെരഞ്ഞെടുപ്പിനെ അതർക്കും അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ ഇരിക്കുന്നു. അത് കുറച്ച് ഗുലുമാലാണ് എന്നാണ് വിഷ്ണു സുരേഷ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.